അങ്ങനെ നമ്മുടെ നാജിലത്താത്ത അടുത്തുടായ്പും കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാജിലത്താത്താൻ അറിയില്ലേ, ആളൊരു യൂട്യൂബറാണ്. നാജില ഷാൻ എന്നാണ് ഇവരുടെ ചാനലിന്റെ പേര്. കുറെ പേർക്കൊക്കെ നാജില എന്ന് പറയുമ്പോൾ ഈ സ്ത്രീനെ അറിയുന്നുണ്ടാകും. നമ്മൾ തന്നെ മുമ്പ് 2-3 തവണ ഇവരെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. 3 കല്യാണം കഴിച്ച ആളാണ് ഈ പറയുന്ന നാജില. 3 കല്യാണത്തിലും കൂടി 3-4 മക്കളുണ്ട്. ഈ 3 കല്യാണവും ഡിവേഴ്സ് ആയി നിൽക്കുന്ന സമയത്താണ് 4ാമത്തെ ആള് നാജിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അയാളുടെ പേരാണ് ഷാൻ. നാജിലന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് മസ്റൂറ ഫാത്തിമ എന്നായിരുന്നു. പക്ഷെ ഷാൻ വന്നതിന് ശേഷം ആ പേര് മാറ്റി നാജില ഷാൻ എന്നാക്കി. ഷാൻ അങ്ങനെ പെട്ടെന്നൊരു ദിവസം നാജിലന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നല്ലോ കേട്ടോ. ആക്ച്വലി നാജിലയുടെ ഉമ്മ ബെഡ്റൂമിൽ വെച്ച് നാജിലയും ഷാനെയും കൈയോടെ പൊക്കുകയാണ് ഉണ്ടായത്. അത് പിന്നീട് വലിയ പ്രശ്നമൊക്കെ ആയി. അവസാനം നാജില ഷാന്റെ കൂടെ ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. ആ സമയത്താണ് നമ്മൾ ഇവരെ കുറിച്ച് ആദ്യമായി വീഡിയോ ചെയ്യുന്നത്. ഒളിച്ചോടി പോയതിനു ശേഷം ഷാന്റെ വീട്ടിൽ ചെന്ന് ലൈവ് വീഡിയോ ചെയ്യലായിരുന്നു നാജിലയുടെ പ്രധാന പരിപാടി. ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യവും ലൈവിലും എന്ന് പറയും. തികച്ചും പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പോലും ഒരു ഉളുപ്പില്ലാതെ വന്ന് നാട്ടുകാരെ അറിയിക്കും. ഈ ഒരു പ്രവണത വിമർശിച്ചുകൊണ്ടാണ് നമ്മൾ ഇവർക്കെതിരെ ആദ്യമായി വീഡിയോ ചെയ്യുന്നത്. വെറുതെ യൂട്യൂബിൽ വന്നിരുന്ന് കോപ്രായം കാണിക്കാതെ ഈ 4ാമത്തെ വിവാഹ ജീവിതമെങ്കിലും നന്നായി ജീവിക്കാൻ നോക്ക് എന്ന് നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വീഡിയോയിലൊക്കെ നാജിലയും ഷാനും തമ്മിൽ നല്ല സ്നേഹമായിരുന്നു കേട്ടോ. ഷാൻ നല്ലോണം മദ്യപിക്കുമായിരുന്നു, പക്ഷെ ഇനി തൊട്ട് മദ്യപിക്കില്ല. എന്റെ നാജിലാക്കും മക്കൾക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെയായിരുന്നു അന്ന് അയാൾ വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നെ അവർ അടിപൊളിയായിട്ട് ജീവിക്കട്ടെ എന്ന് നമ്മളും വെച്ചു. പക്ഷെ കഴിഞ്ഞ മാസം നാജിൽ ഒരു വീഡിയോ ആയിട്ട് വന്നു. എനിക്ക് ആരും ഇല്ലാതായി എന്ന ടൈറ്റിലായിരുന്നു ആ വീഡിയോ ചെയ്തിരുന്നത്. അതായത് 4ാമത്തെ ഭർത്താവും തന്നെ വിട്ടുപോയി എന്നുള്ള രീതിയിലായിരുന്നു നാജിൽ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു വശപ്പിശക്ക് തോന്നിയിരുന്നു. ഭർത്താവ് എന്നെ വിട്ടിട്ട് പോയി, ഇനി എനിക്കും മക്കൾക്കും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റി കുറച്ച് പൈസ പിരിച്ചെടുക്കാനുള്ള ഒരു നാടകമായിരുന്നു എന്ന് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ സംശയം തോന്നിയിരുന്നു. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടോ. എനിക്ക് ആരും ഇല്ലാതായി എന്ന വീഡിയോ ചെയ്ത തൊട്ടടുത്ത ദിവസം തന്നെ എന്റെയൊക്കെ തിരിച്ചു വന്നെന്നും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ നാജില ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചു കാലമായിട്ട് ഇത് തന്നെയാണ് ആളുടെ പരിപാടി. ഇക്ക പോയി ഇക്ക വന്നു, ഇക്ക ഇനി വരുമോ എന്ന ടൈറ്റിലിട്ട് വീഡിയോകൾ ചെയ്യും. ഫുൾ ഉടായ്പാണ്. ഭർത്താവ് പഴയ പോലെ കള്ളുകൂടി തുടങ്ങി, ഇപ്പൊ എന്റെ കൂടെ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടേ ഉള്ളൂ. അത് അന്ന് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നോക്കുമ്പോണ്ട് നാജിലും ഭർത്താവും കൂടി ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ നാജിൽ തന്നെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കും. ഇന്ന് വേർപിരിഞ്ഞാൽ നാളെ വീണ്ടും ഒന്നിക്കും, എന്നിട്ട് ഡാൻസ് കളിക്കും. ഇതാണ് കുറച്ചു കാലമായിട്ട് നാജിലിന്റെയും ഷാന്റെയും പരിപാടി എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പം കുറച്ച് ദിവസമായിട്ട് പുതിയ വേർപിരിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷാൻ തന്നെ കൊല്ലാൻ നോക്കുകയാണെന്നൊക്കെയാണ് നാജിൽ പുതിയ വീഡിയോയിൽ വന്നിരുന്ന് പറയുന്നത്. ഇനി ഒരിക്കലും ഷാന്റെ കൂടെ ജീവിക്കില്ല എന്നും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. മക്കൾ മദ്രസയിലൊക്കെ പോയിട്ട് വന്ന് ഇന്നലത്തെ പ്രശ്നം ഞാനിത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഒരു റീച്ചോ ഇതൊരു എന്ന് വെച്ചാൽ ഇതൊരു എന്താണ് ക്രെഡിറ്റോ ആയിട്ട് ഞാൻ പറയണമല്ല. ഞാൻ എന്നെ 2 തൊട്ട് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മരണത്തിന് ഞാൻ സ്വയം കയ്യാലെ മരിക്കില്ല. എൻ്റെ മരണത്തിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എന്നെ കൊല്ലുമെങ്കിൽ അതിന് ഉത്തരവാദി ഷാൻ തന്നെയാണ്. ഇന്നലെ ഈ മോനുള്ളത് കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഈ മോള് നമ്മളെ കതവ് ചാവി പൂട്ടിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നലെ മോൻ കയറി എത്ര വട്ടം എൻ്റെ ഉമ്മച്ചി ഒന്നും ചെയ്യല്ലേ, എൻ്റെ ഉമ്മച്ചി ഒന്നും ചെയ്യല്ലേ എന്ന് എത്ര വട്ടം കെട്ടിപ്പിടിച്ചെന്നറിയാൻ മോൻ ഇങ്ങനെ ഈ പ്രശ്നം കൂടെ ഉള്ളത് കൊണ്ട് ഈ മറ്റേ ഷംസാണെങ്കിൽ ഇതായാലും മോൻ ഭയങ്കര വിളിയാണ്. എങ്ങനെ ജീവിക്കേണ്ടിയുള്ള മക്കളാണ്. ഇതിപ്പം വീട്ടുകാർ മൊത്തം വെറുപ്പിച്ച് ഇപ്പം അയൽവാസികളൂടായി. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ ഫോൺ ഒരെണ്ണം കഴിഞ്ഞ മറ്റേ റബ്ബർ ബാലെടുത്ത ഫോണാണ് വിവോര. ആ ഫോൺ വെട്ടിപ്പൊട്ടിച്ച് ഞാനതൊന്നും സോഷ്യൽ മീഡിയ പറഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോൾ ഒരു ഫോൺ, ഈ ഫോണിന് വേണ്ടി ഇന്നലല്ല എത്ര തവണ ഈ ഫോണിന് വേണ്ടി ഒരുങ്ങിയെന്നറിയാമോ? എന്നിട്ട് മുത്തുമോനെ കൊല്ലുമെന്ന് പറഞ്ഞു അല്ലേ, വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞു. മുത്തുമോന്നല്ല എൻ്റെ വയറ്റി പിടിച്ചുകൊണ്ടാണ് എന്നെ രക്ഷപ്പെട്ടത്. അവനെ എത്ര പിടിച്ച് മാറ്റിയിട്ട് അവൻ മാറൂല. കാരണം മദ്യത്തിന്റെ ലഹരിയിൽ നിൽക്കുമ്പോൾ ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നാജില, നിന്നോടൊരു കാര്യം പറയട്ടെ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇത് നീയായിട്ട് വരുത്തി വെച്ചതാണ്. നീ പറയുന്നതൊക്കെ സത്യമാണെങ്കിലുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നിന്റെ കാര്യമായോണ്ടൊന്നും പറയാൻ പറ്റൂല. ഇക്ക എന്നെ കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത ദിവസം നോക്കുമ്പോൾ കാണാം 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിക്കും. നമ്മളിത് എത്ര കണ്ടതാണ് നാജില. അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നീ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഷാൻ പണ്ടേ ഒടുക്കത്തെ കുടിയനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ നീ ആളുടെ കൂടെ ഇറങ്ങി പോയത്. തുടക്കകാലത്ത് എന്തൊക്കെയായിരുന്നു നിങ്ങൾ 2 പേരും കൂടി കാണിച്ചു കൂട്ടി
നോക്കിയിരുന്നത്. പെറ്റ ഉമ്മയെയും കൂടപ്പിറപ്പുകളെയും തള്ളി പറഞ്ഞു. എന്റെ ഇക്കയാണ് എനിക്ക് വലുത്, എന്റെ ഇക്കയെ ഞാൻ മാറ്റിയെടുത്തു, പുതിയ മനുഷ്യനാക്കി, കള്ളുകൂടിയൊക്കെ നിർത്തി, എന്റെ മക്കളോടൊക്കെ മൂപ്പർക്ക് നല്ല സ്നേഹമാണ്, അങ്ങനെ എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ആ മക്കളെ പോലും അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയില്ലേ? അതിനുള്ള അവസരം അയാൾക്ക് ഉണ്ടാക്കി കൊടുത്തത് നീയാണ്. അയാൾ നല്ലൊരു ഒന്നാം തരം ക്രിമിനൽ ആണെന്ന് അറിഞ്ഞിട്ടും നീ അയാൾ കൂടെ കയറ്റി താമസിപ്പിച്ചില്ലേ? ഇതിനൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? 2 3 കെട്ടി എല്ലാം തകർന്ന് തരിപ്പണായി. എന്നാ പിന്നെ 4ാമത് കെട്ടുമ്പോഴെങ്കിലും ഒന്ന് നോക്കി കണ്ടൊക്കെ കെട്ടിക്കൂടെ? ഇത്രയും അനുഭവങ്ങൾ ഉള്ളതല്ലേ, ആരോട് പറയാനല്ലേ? എന്തായാലും ബാക്കിയുടെ കേട്ടോക്കാം. ഞാനിപ്പം ഒരാൾ മദ്യപിച്ച്, അതായത് നമ്മൾ സിനിമയിലൊക്കെ മദ്യപിക്കില്ലേ അതുപോലെ ആടി മദ്യപിച്ച് വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇരട്ടി ഇതാണ്, ശക്തിയാണ്. ഇന്നലെ തറയിലിട്ട് ചവിട്ടി എന്നാ, ഇന്നലെ ഉമ്മച്ചിന് എന്തൊക്കെ ചെയ്തു എന്നാ, ഈ മോനുള്ളതാണ്. എന്നിട്ട് ആ കുട്ടികളൊന്ന് വെറുതെ വിടാൻ നാജില. അയ്യോ ഇങ്ങനെ ആയിപ്പോയി. ആ കുട്ടികളും കൂടി നശിപ്പിക്കല്ലേ. ശരിക്കും ചൈൽഡ് ലൈൻകാർ സ്വമേധയാ കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കുട്ടികളും കൂടി ഇരുത്തിയിട്ടാണ് അടി കിട്ടിയതിന്റെയും കൊല്ലാൻ വന്നതിന്റെയും ഒക്കെ കഥ ഇരുന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും വളരുന്ന ആ മക്കളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോട് പറയാനല്ലേ? ബാക്കി ഉണ്ടോക്കെ എന്തായാലും. കഴുത്തിന്റെ ഇവിടെ കൊങ്ങയ്ക്ക് കയറി എത്ര തവണ പിടിച്ചെന്നറിയാമോ? കൊടുവാളെടുത്ത് ഞാൻ വെളിയിൽ ഇറങ്ങി. കാരണം ക്രിമിനലാണ്. ഇതിന് മുന്നേയും നല്ല ക്രിമിനൽസ് വരുന്നെന്നാണ് അറിയുന്നത്. ഞാൻ അന്ന് ആ ഉമ്മ പറഞ്ഞിരുന്നു, 1 വർഷത്തോളം ആ ഉമ്മ എന്നെ വിളിക്കുമായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് നീ ഗതി വരില്ലായിരുന്നു. ആ മോനിങ്ങനെയാണ്. ഇല്ല മോളെ, അവനെ വേറെ പ്രശ്നങ്ങളില്ല, ആൾക്കാർ പറയണ കണക്കല്ല. എന്നിട്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. കാരണം ഇനിയിപ്പോ അവന്റെ ഉമ്മാനെ കുറ്റപ്പെടുത്തിക്കും. അവന്റെ ഉമ്മ എന്തായാലും അവനെ കുറിച്ച് നല്ലതല്ലേ പറയത്തുള്ളൂ. എങ്ങനെയാണെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് അവന്റെ ഉമ്മ വിചാരിക്കത്തുള്ളൂ. അവർ സ്വയം മോന്റെ കുറ്റമൊന്നും നിനക്ക് പറഞ്ഞുതരാൻ പോണില്ല. പക്ഷെ വേറൊരു ഉമ്മ നിനക്ക് ഷാന്റെ തനി സ്വഭാവത്തെ കുറിച്ച് വാണിംഗ് തന്നിരുന്നല്ലോ നാജില. അത് നീ മറന്നോ? അത് ഏത് ഉമ്മയാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ ഞാൻ ഓർമ്മിച്ചു തരാം. നിന്റെ സ്വന്തം ഉമ്മയെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഷാനുമായുള്ള ബന്ധം വേണ്ട, അവൻ കള്ളുകൂടിയനാണ്, അവൻ ആള് ശരിയല്ല എന്ന് ഒരുപാട് തവണ നിന്റെ ഉമ്മ തന്നെ നിനക്ക് ഓതി തന്നതല്ലേ. എന്നിട്ട് നീ അനുസരിച്ചോ? ഇല്ലല്ലോ. നീ അവന്റെ കൂടെ ഇറങ്ങി പോയില്ലേ? എന്നിട്ട് ഇപ്പൊ അവന്റെ ഉമ്മ അവന്റെ സ്വഭാവത്തെ കുറിച്ച് എന്നോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കരയണം എന്തിനാണ്? സ്വന്തം പറഞ്ഞ നീ കേട്ടില്ല, എന്നിട്ടാണ്. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. അവർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് മദ്യപാനം എന്നങ്ങനെ ഇല്ലായിരുന്നു. ഇതിപ്പോന്ന് വെച്ചാൽ നേരം വെളുക്കുമ്പോൾ മദ്യപിക്കാനാണ്. ഒരു ജോലിക്ക് പോകാനും വയ്യ. ജോലിക്ക് പോയാലും മദ്യപിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. മദ്യം പിന്നെ വേറെ ഈ ചുണ്ടിൻ്റെ അടിയിൽ വെക്കണം വേറെ ലഹരി ഉണ്ടാന്ന് എനിക്കറിയില്ല. പുറത്തു പോണ ഒരു മനുഷ്യനാണ്. നമ്മൾ വരുമ്പോൾ അവർ സ്പ്രേ ഒക്കെ അടിച്ചുകൊണ്ടാണ് വരണത് അല്ലേ മക്കളെ? പിന്നെ വിളിക്കുന്ന ചീത്ത മക്കളെ മുമ്പ് വെച്ചിട്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടുകാരോ എൻ്റെ ആരോ നാട്ടുകാരോ ആരും ഇടപെടണ്ട. പക്ഷേ ഇത് നിയമം ഇടപെടണം. കാരണം എന്ന് വെച്ചാൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ചിറങ്ങി പോയിട്ട് ഇഞ്ചിഞ്ചായി. ഇത് 1 2 തവണത്തെ ഉപദ്രവമൊന്നുമല്ല. ഞാനിപ്പോൾ പൊതുവിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പൊതുവിൽ ഞാൻ എല്ലാവരുടെ അടുത്തും പൊരുത്തം ചോദിച്ചിട്ടുണ്ട്. പൊതുവിലും ഉമ്മച്ചി എല്ലാവരുടെ അടുത്തും പൊരുത്തം ചോദിച്ചിട്ടുണ്ട് അല്ലേ ക്ലേ? എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ പൊരുത്തം ചോദിച്ചിട്ട് വലിയ കാര്യമാണല്ലോ. ഇങ്ങനൊക്കെ പറഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് നിന്റെ ചാനിക്കാരൻ വീണ്ടും നിന്റെ വീട്ടിലേക്ക് വിളിച്ച് കയറ്റാനല്ലേ? ചിലപ്പോൾ അയാൾ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നുണ്ടാകും. അത് പറയാൻ പറ്റൂല. കാരണം ഇവൾ ഈ ടൈപ്പ് കണ്ടന്റ് ഒന്നും ഇന്നലെയും ചെയ്യാൻ തുടങ്ങിയതല്ല. കുറെ കാലമായിട്ട് തന്നെയാണ് പരിപാടി. ഇക്ക തെറ്റിപ്പോകുന്നു, തിരിച്ചു വരുന്നു, പിന്നെ ഇവൾ ഇക്ക ഇറക്കി വിടുന്നു, വീണ്ടും ഇക്ക കയറി വരുന്നു. ഇങ്ങനെ ചെയ്യുന്ന വീഡിയോകൾക്കൊക്കെ തെറ്റില്ലാത്ത റീച്ചും കിട്ടുന്നുണ്ട്. അതോടെ ഇതൊരു തൊഴിലാക്കി മാറ്റി പെണ്ണ്. പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അതാണ് പ്രശ്നം. ആദ്യം ഉണ്ടല്ലോ എല്ലാം ഇങ്ങനെ യൂട്യൂബിൽ വന്നിരുന്ന പരിപാടി ആദ്യം നിർത്ത്. എന്നാൽ തന്നെ നീയൊക്കെ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ എന്നിങ്ങനെ മൂഞ്ചി തെറ്റി ഇരിക്കേണ്ടി വരും. ബാക്കി പറഞ്ഞാലും ഈ 3 മക്കളും ഞാനും ഉണ്ട്. പക്ഷെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഇയാൾക്കൊരു ധാരണയുണ്ട്, ആരും ഇടപെടില്ലല്ലോ എന്ന്. എനിക്കിപ്പോൾ ആരും ഒരു വീഡിയോയോ ഇത് റീച്ചോ വേറൊന്നുമല്ല. ഇത് പല തവണ സന്തു പറഞ്ഞ കാര്യമാണ്, ഒത്തുതീർപ്പായ കാര്യമാണ്, ഇനി അങ്ങനെ ആവർത്തിക്കൂല എന്ന് പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വേണം. കാരണം എന്ന് വെച്ചാൽ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതെ, എല്ലാരും വേഗം ഒന്ന് ഷെയർ ആക്കി കൊടുക്കും. നാജിലാന്റെ പ്രശ്നം കൊണ്ട് തീരട്ടെ. എല്ലാരും ഷെയർ ചെയ്ത് നാജിലാന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ആർക്കും സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ചാവാൻ കിടക്കുകയാണെങ്കിലും വീഡിയോയിലെ റീച്ച് മുഖ്യം പിക്കില്ലേ? ജീവിതം ആകെ പ്രശ്നത്തിൽ മുങ്ങി കോഞ്ഞാട്ടായി നിൽക്കാണ്. വല്ല പോലീസിലും പരാതി കൊടുത്ത് ഭർത്താവിന്റെ ശല്യം അവസാനിപ്പിക്കാനുള്ളതിന് പകരം മറ്റാള് വീഡിയോ പിടിച്ച് ഷെയർ ചെയ്യാൻ പറയാണ്. എന്താ കഥ? ഒന്നും പറയണ്ട. ബാക്കി ഉണ്ടോക്കെ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ സ്വയമായിട്ട് മരിക്കില്ല. ഉത്തരവാദി ഷാൻ തന്നെയാണ്. പക്ഷെ ഇഞ്ചിഞ്ചായിട്ട് എന്നെ കൊല്ലുമെങ്കിൽ, എന്നെ വന്നിട്ട് രാത്രി അർദ്ധരാത്രി ഉപദ്രവിക്കുമെങ്കിൽ ഞാൻ അവസാനിപ്പിച്ച് കളയും. കാരണം ശരീരം താങ്ങുന്നില്ല. ഒരുപാടായി ഉപദ്രവം. ഒരാണിനെ എങ്ങനെയാണ് അടിക്കുന്നത് അതുപോലെയാണ് അടിക്കുന്നത്. കുനിച്ച് നിർത്തിയേക്കണല്ലേ മക്കളെ? നല്ല ചെയ്ത തറയിലിട്ട് വലിച്ചഴിച്ച്
അവിടെ ഒരു കുഞ്ഞു വയറ്റി കിടക്കുകയാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ. ആർക്കും ഓക്കെ, അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങൾ. ഭർത്താവ് എന്തായാലും തന്നെ കൊല്ലും, അല്ലെങ്കിൽ താൻ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെയാണ് നാജില പറയുന്നത് അല്ലെ? ഇതൊക്കെ സത്യമാണെങ്കിൽ എനിക്ക് നാജിലയോട് ഒരു കാര്യം പറയാനുണ്ട്. നിനക്ക് 4 മക്കളുണ്ട്, ഒരാൾ വയറ്റിലുമുണ്ട്. നീ കുറെ കല്യാണം കഴിച്ച് നടന്ന് ആ മക്കളുടെ ജീവിതം കൂടി ആകെ കോഞ്ഞാട്ടായി. ഇനിയിപ്പോ നീ മരിക്കാനും കൂടി പോവുകയാണെന്ന് പറഞ്ഞാൽ ആ മക്കളെ നോക്കാൻ ആരും ഉണ്ടാവില്ല. ആ ഒരു ചിന്ത എപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിക്കോട്ടെ. പിന്നെ നീ പറയുന്ന പോലെ നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇത്രയും ശല്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് നിന്നെ പോലീസിൽ പരാതി കൊടുക്കാം. ഗാർഹിക പീഡനാണ് കേസ്, അതും ഒരു ഗർഭിണിയെ, ജാമ്യം പോലും കിട്ടൂല. അപ്പൊ അങ്ങനെ എന്തേലും ചെയ്യാൻ നോക്കും. അല്ലാതെ യൂട്യൂബിൽ വന്നിരുന്ന് കണ്ണീർ ഒലിപ്പിച്ചിട്ടോ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടോ ഒന്നും യാതൊരു കാര്യമില്ല. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്ക് വീണ്ടും കാണാം.